1985 90-കളിലെ ഒരു ക്രിസ്മസ് കാലം. ആ ഡിസംബർ മാസത്തിൽ തണുപ്പുള്ള രാത്രിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങ് അക്കലെ കുറെ പാട്ടും ബഹളവും ഒക്കെ കേട്ടു. ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് പാട്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് ആ കുഞ്ഞ് ഓടി വന്ന് ചോദിക്കാൻ, അമ്മ അവിടെയൊക്കെ പാട്ട് കേൾക്കുന്നു, അവിടെ അതെന്താണമ്മ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, അതാണ് കരോൾ, ക്രിസ്മസ് സമയത്ത് വരുന്ന പാട്ടാണ്. പാട്ട് പാടി കുറേ പേരിങ്ങനെ വരും, അതിൽ സാന്താക്ലോസ് ഉണ്ട്. അപ്പോൾ കുട്ടി ചോദിച്ചു, അമ്മ സാന്താക്ലോസ് ആരാണ്? അപ്പം അമ്മ പറഞ്ഞു, അതാണ് വെളുത്ത താടിയും ചുമന്ന വലിയ ഉടുപ്പും കുടവയറും ചുമന്ന തൊപ്പിയും ഒക്കെ വെച്ച ഒരപ്പൂപ്പൻ. അങ്ങനെ പറഞ്ഞു കൊടുത്തു ആ കുട്ടിയുടെ മനസ്സിലാ രൂപം. അങ്ങനെ അതാണ് സാന്താക്ലോസ് എന്നിങ്ങനെ വരച്ചിട്ടു അവൾ. ആദ്യമായിട്ട് സാന്താക്ലോസിന്റെ ചിത്രം അവളുടെ മനസ്സിൽ വരച്ചിട്ടത് അവളുടെ അമ്മയായിരുന്നു. ആ കുട്ടി വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എന്നിട്ട് അമ്മ ഒരു കാര്യം പറഞ്ഞു, കുറുമ്പൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായി കിടന്നുറങ്ങുന്നവർക്ക് സാന്ത സമ്മാനപ്പൊതികൾ രാത്രി കൊണ്ടുവന്ന് ആരും കാണാതെ വീട്ടിനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നു. അന്ന് അവൾ വളരെ പ്രതീക്ഷയോടെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് അവൾ മുറ്റത്തേക്ക് ഓടി. എന്തിനാണ് സമ്മാനപ്പൊതി എടുക്കാൻ? വീടിന് ചുറ്റും അവൾ സമ്മാനം നോക്കി കണ്ടില്ല. മനസ്സ് വളരെയധികം വിഷമിച്ചു. സമ്മാനപ്പൊതിക്കായിട്ട് അവൾ ഒരുപാട് ക്രിസ്മസ് കാലം കാത്തിരുന്നു. പിന്നെ അവൾ മുതിർന്നപ്പോൾ അവൾക്ക് മനസ്സിലായി എന്താണ് സാന്താക്ലോസ് ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നും സമ്മാനമൊന്നും കൊണ്ടുവരില്ല എന്ന്. പക്ഷെ അവളുടെ ആ കുഞ്ഞുനാളിലെ കാത്തിരിപ്പുണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. എന്നും രാവിലെ ഉണർന്ന് സാന്തയുടെ സമ്മാനത്തിനായിട്ട് അവിടെ ഇവിടെയും പോയി നോക്കുകയും അത് ലഭിക്കാതിരിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സിന്റെ വേദനയുണ്ടല്ലോ, അതനുഭവിച്ച് തന്നെ അറിയാം. ഇപ്പോഴതോർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, അമ്മ എനിക്കൊരു പാവ പോലെ തന്നില്ലല്ലോ സാന്ത, ഒരു കുഞ്ഞു മുട്ടായിയെങ്കിലും തന്നാ മതിയായിരുന്നു എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ബാല്യകാലത്തെ ഓർമ്മ, ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഗുഡ് നൈറ്റ്.